എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം 1201 ആണ്ട് പുതുവർഷത്തെ മിഥുനം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. മിഥുനം രാശിയിൽ വരുന്നത് മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവിലുള്ള ഗ്രഹസ്ഥിതി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജന്മത്തിൽ വ്യാഴവും 10-ൽ ശനിയും 9-ൽ രാഹുവൊക്കെ സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ് പൊതുവെ. പിന്നീട് വരുന്നൊരു മാറ്റം 2026 ജൂൺ 6-നുള്ള വ്യാഴത്തിൻ്റെ മാറ്റമാണ്. പൊതുവെ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 1201 ആണ്ടിലെ ഫലം പറയുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് വരാൻ പോകുന്നത്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളിൽ വർഷത്തിൻ്റെ രണ്ടാം പകുതി സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഗുണഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരു കാലയളവ് കൂടി ആയിരിക്കും. ആദ്യ പകുതിയിൽ ചെറിയ കാര്യതടസ്സങ്ങളും തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളുമൊക്കെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിലും തൊഴിൽ നഷ്ടപ്പെടുന്നൊരു സാഹചര്യങ്ങളോ ഒന്നും വന്നു ചേരുന്നതല്ല. മേലധികാരികളുടെ എതിർപ്പ് വരാതെ ഈ കാലയളവിൽ മുന്നോട്ട് പോകേണ്ടതാണ്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ കരുതലോടെ മുന്നോട്ട് പോകേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ പുതിയ ബിസിനസ് സംരംഭങ്ങൾക്കൊന്നും തുടക്കം കുറിക്കുന്നത് പൊതുവിൽ അനുകൂലമല്ലാത്ത സമയമാണ്. ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കണം. ദാമ്പത്യപരമായിട്ടും ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഈ രാശിക്കാരെ സംബന്ധിച്ച് ആദ്യ പകുതിയിൽ അനുഭവപ്പെടുന്നതാണ്. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൻ്റെ ആദ്യ പകുതി വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക. രണ്ടാം പകുതിയിൽ ഇവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പല നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ ഈ രാശിക്കാരെ തേടി വരുന്നതും ആയിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളമുള്ള ചെറിയ ദോഷങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ശനിയാഴ്ചകളും വ്യാഴാഴ്ചകളും അവരവരുടെ മതാചാര പ്രകാരം പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതും ആയിരിക്കും.